ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് 9 വയസ്സുള്ള ജെസിക്ക് അതിക്രൂരമായി കൊന്ന കൊലപാതകത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത്. എന്നാൽ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. ഈ സംഭവം നടക്കുന്നത് 1996 ഏപ്രിലാണ്. അത് USA അവിടെ ജനിച്ചു വളർന്ന ജെസിക്ക് എന്ന് പറഞ്ഞ 9 വയസ്സുള്ള കുട്ടി നല്ല സുന്ദരമായി വീട്ടിൽ എപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ വീക്കിൽ തന്നെ ഉണ്ടെങ്കിൽ തൻ്റെ അമ്മൂമ്മയുടെ അപ്പൂപ്പൻ്റെ കൂടെ പോയി നിൽക്കണം എന്നുള്ളൊരു തീരുമാനം എടുത്തു. അതിനെ തുടർന്നുണ്ടെങ്കിൽ ജെസിക്കയുടെ അമ്മയും അച്ഛനും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള സാധനങ്ങളെല്ലാം വാങ്ങാൻ വേണ്ടി തീരുമാനിക്കുക. അങ്ങനെ അച്ഛനുണ്ടെങ്കിൽ അടുത്തുള്ള സ്റ്റോറിൽ സാധനങ്ങൾ വാങ്ങാൻ പോവുകയും ചെയ്തു. ആ സമയത്താണ് അമ്മ മോൾ അവിടെ കളിക്കുന്നത് കണ്ട് സന്തോഷപ്പെട്ട് കുറച്ച് വേറെ വർക്കൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അകത്തിരുന്ന് വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടെങ്കിൽ ജെസിക്കയുടെ അച്ഛൻ തിരിച്ചു വരുന്നുണ്ട്. ആ സമയത്ത് ജെസിക്കയുടെ അച്ഛൻ ചോദിക്കുന്നുണ്ട്, ജെസിക്ക എവിടെ പോയെന്ന്. അപ്പോഴത്തേക്ക് അമ്മ പറയുന്നുണ്ട്, വെളിയിൽ നിങ്ങളെ കാത്ത് ഇരിപ്പുണ്ടായിരുന്നല്ലോ, കണ്ടില്ലയോ എന്ന് ചോദിക്കുന്നത്. അവൻ പറയുന്നത് കണ്ടില്ലെന്ന് പറയുന്നു. ആ സമയത്ത് അവിടെയൊക്കെ നോക്കിയിട്ടും ജെസിക്കയെ പറ്റി ഒരു വിവരവും കിട്ടുന്നില്ല. എത്ര നേരം കഴിഞ്ഞിട്ട് എവിടെ പോയെന്ന് ഒരു വിവരവും കിട്ടുന്നില്ല. ആ സമയത്ത് ഇവർക്ക് ഭയങ്കരമായിട്ട് ടെൻഷനായി, എന്ത് ചെയ്യണമെന്നൊരു ഐഡിയ ഇല്ല. അങ്ങനെ ഒരു പോലീസിനെ വിളിച്ച് കാര്യം പറയുകയാണ്. അങ്ങനെ പോലീസ് അവിടെ വന്ന് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ പോലീസിന് പ്രത്യേകിച്ച് വലിയ വിവരമൊന്നും അങ്ങനെ കിട്ടുന്നൊന്നുമില്ല. അയൽവാസികളടുത്ത് ബാക്കിയുള്ളവരടുത്ത് എല്ലാം ചോദിക്കുന്നുണ്ട്. ആ സമയത്താണ് ഒരു അയൽവാസി പറയുന്നത്, ജെസിക്ക ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുന്നത് താൻ കണ്ടിരുന്നത്, അത് കഴിഞ്ഞിട്ടാണ് അങ്ങോട്ട് പോയതെന്ന് പറയുന്നത്. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ആ കുട്ടി വെളിയിൽ ഇരിപ്പുണ്ടായിരുന്നു. പക്ഷേ എവിടെ പോയെന്നുള്ളൊരു വിവരം കിട്ടുന്നില്ല. അങ്ങനെ കുറേ നേരങ്ങൾ കഴിഞ്ഞു. അങ്ങനെ 3-4 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് ജെസിക്കയുടെ അച്ഛനും അമ്മയ്ക്കും പെട്ടെന്നൊരു കോൾ വരികയാണ്. അതിനകത്ത് പറയുന്നുണ്ട്, നിങ്ങളുടെ മോൾ ഇവിടെ തന്നെ ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ മാക്സിമം കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ആ കോൾ അത്ര വ്യക്തമല്ല, എന്തോ ഒരു ബ്ലറിങ് ആയിട്ടൊക്കെ കേൾക്കുന്നത്. ജെസിക്കയുടെ ഫാമിലി അങ്ങനെ ഈ പോലീസിൻ്റെ അടുത്ത് ഈ ഫോൺ കോൾ വന്ന കാര്യങ്ങൾ പറയുക. അങ്ങനെ പോലീസ് കൊണ്ട് ഇത് ട്രാക്ക് ചെയ്യുമ്പോൾ അടുത്തുണ്ടായിരുന്ന ഒരു ടെലിഫോൺ ബൂത്തിൽ നിന്നാണ് ഈ കോൾ വന്നതെന്നുള്ള കാര്യം മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ പോലീസ് ഒന്നും അവിടെയുള്ള എല്ലായിടത്തും ചോദിക്കുന്നുണ്ട് ആരെങ്കിലും കണ്ടായിരുന്നോ എന്നുള്ളത്. പക്ഷേ അവർക്കൊന്നും പ്രത്യേകിച്ച് ഒരു വിവരം അങ്ങനത്തെ ഉള്ളതൊന്നും കിട്ടില്ല. അത് കഴിഞ്ഞ് അവിടെയുള്ള ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസ് ചുറ്റളവിൽ നോക്കിയപ്പോൾ അവിടെ ഒരു കാർഡ് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഒരു ബോഡി കിട്ടുകയാണ്. അത് ജെസിക്കയുടെ ബോഡി തന്നെയാണ്. അതുകൊണ്ട് ഈ ഗാർബേജ് ബാഗിനകത്തുണ്ട് ഈ പൊതിഞ്ഞുള്ള രീതിയിലാണ് കണ്ടെത്തിയത്. ഈ വിവരം അങ്ങനെ പോലീസുണ്ട് ഈ വീട്ടുകാരെ അറിയിക്കുന്നുണ്ട്. അവർ പക്ഷേ വിശ്വസിക്കാൻ തയ്യാറായില്ല. തൻ്റെ മോക്കൊന്നും ഒരു കുഴപ്പവും പറ്റിയെന്നുള്ള രീതിയിൽ അവർ വിശ്വസിക്കുന്നു. പക്ഷേ എന്നാൽ പോലും ഇത് സത്യമെന്ന് അവർക്കും അറിയാം. അവർ ഒരുപാട് കരഞ്ഞു, എന്ത് ചെയ്യണമെന്നൊന്നും അറിയത്തില്ല. ഇത് ആരാണ് ചെയ്തതെന്നുള്ള എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണമെന്ന് പോലീസിൻ്റെ അടുത്ത് പറയുകയും ചെയ്തു. അങ്ങനെ പോലീസ് ഉണ്ടെങ്കിൽ ഈ കുട്ടിയുടെ ശരീരം ഓട്ടോപ്സി ചെയ്തപ്പോഴത്തേക്ക് ഒരുപാട് വിവരങ്ങൾ കിട്ടി. ആ കുട്ടിയുടെ ഡ്രസ്സിൽ നിന്ന് മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞാൽ അതിനകത്ത് കുറച്ച് എയർ കിട്ടുന്നുണ്ട്. അതോടെ തന്നെ കുറച്ച് ഫൈബർ ആയിട്ടുള്ള മെറ്റീരിയൽസ് ആ ഉടുപ്പിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഈ മുടി അതോടെ തന്നെ ഈ ഫൈബറിൻ്റെയൊക്കെ കാര്യങ്ങൾ സെർച്ചൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് മനസ്സിലാവുന്നത് ആ മുടി ഉണ്ടെങ്കിൽ ഒരു മനുഷ്യൻ്റെ അല്ല, അത് ഡോഗിൻ്റെയാണ് മനസ്സിലാവുന്നത്. ഒരു പ്രത്യേക തരം ബ്രീഡിൻ്റെയാണ്. അതോടെ തന്നെ ഫൈബർ ഉണ്ടെങ്കിൽ ആ കാട്ടിൽ നിന്ന് ഒരിക്കലും കിട്ടാൻ സാധ്യതയില്ല. അതോടെ തന്നെ അപ്പോഴാണ് പോലീസിന് മനസ്സിലാവുന്നത് ഈ കുട്ടി വേറെ എവിടെ വെച്ച് കൊന്നതിന് ശേഷമാണ് ഇവിടെ കൊണ്ടുവന്ന് ഇട്ടേക്കുന്നത്. അങ്ങനെ അവിടെ നോക്കുമ്പോഴത്തേക്കുണ്ടെങ്കിൽ വേറെ കുറച്ച് മാർക്ക് ടയേഴ്സൊക്കെ കാണുന്നുണ്ട്, ടയറിൻ്റെയൊക്കെ. അതിനെപ്പറ്റി ഇങ്ങനെ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ പ്രത്യേകിച്ച് ഒരു പുരോഗമനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു പുരോഗമനവും ഇല്ല. പക്ഷേ ഈ പോലീസ് ഉണ്ടെങ്കിൽ മെയിനായിട്ട് ഡൗട്ട് ഈ പോലീസുകാരെയാണ്. അവർ പറയുന്ന ചില കാര്യങ്ങൾ അത്ര കറക്റ്റായിട്ടൊന്നുമില്ല. ആ സമയത്ത് പിന്നെ വീട്ടുകാരുടെ അടുത്ത് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്, കുട്ടി ഇവിടെ ഇരുന്ന സമയത്ത് എവിടെയായിരുന്നു നിങ്ങൾ? ആ സമയത്ത് പറയുന്നത്, ആ സമയത്ത് ജെസിക്കയുടെ അമ്മ പറയുന്നുണ്ട്, ഞാനുണ്ടെങ്കിൽ കുറച്ച് വർക്കായതുകൊണ്ട് വീടിനകത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്നത്, അവൾ അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയെന്ന് വിചാരിച്ചാൽ ഞാൻ വീടിനകത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയത്ത് ഉണ്ടെങ്കിൽ അതോടെ തന്നെ ആ അച്ഛൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ അച്ഛനും പറയുന്നുണ്ട്, ഞാൻ അവൾക്ക് ട്രാവൽ ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പോയിരുന്നത്. അതിന് ശേഷം വന്നപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. പക്ഷേ ഇതിലെ കാര്യം എന്ന് വെച്ചാൽ ഇവർ ഈ കാര്യങ്ങൾ ചെയ്തിട്ടുള്ള കാര്യം തെളിയിക്കാൻ വേറെ ഒരു ദൃക്സാക്ഷിയോ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ പോലീസ് ഭയങ്കരമായിട്ട് ചെക്കൊക്കെ ചെയ്യുന്നുണ്ട്. ആ സമയത്താണ് ഈ ഗാർബേജ് ബാഗ് ഉണ്ടായിരുന്ന കുട്ടിയുടെ ശരീരം കിട്ടിയ ഗാർബേജ് ബാഗ് ഉണ്ടെങ്കിൽ അവരുടെ വീട്ടിൽ ഇരിക്കുന്നത്. അതുപോലെ തന്നെ വണ്ടിക്കകത്ത് ഉണ്ടായിരുന്ന ഗാർബേജ് ബാഗൊക്കെ നോക്കിയപ്പോൾ അത് സെയിം ആയിട്ടുള്ള ഗാർബേജ് ബാഗല്ല. അതിനെ തുടർന്ന് ഇവർക്ക് മനസ്സിലാവുന്നുണ്ട് പേരൻസ് ഇതിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഇത് വേറെ ആരാന്നുള്ള കാര്യം. പിന്നെ അവരുടെ മെയിൻ കോൺസെൻട്രേഷൻ ആ കോളിലോട്ടാണ്. ആ കോൾ വന്നപ്പോഴത്തേക്ക് ആ സൗണ്ട് ഭയങ്കര ബ്ലറായിട്ട് മാത്രമേ കേട്ടുകൊണ്ടിരുന്നത്. ഭയങ്കരമായിട്ട് കറക്റ്റായിട്ട് ക്ലിയർ ആയിട്ടൊന്നും കേൾക്കാൻ പറ്റുന്നൊന്നും ഇല്ലായിരുന്നു. അതുണ്ടെങ്കിൽ എങ്ങനെയാണ് ആ സൗണ്ട് കറക്റ്റായിട്ടുള്ള രീതിയിൽ വരുത്തിക്കണം എന്നുള്ള രീതിയിൽ ഭയങ്കരമായിട്ട് പോലീസ് കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ സൗണ്ട് ഉണ്ടെങ്കിൽ ആ സൗണ്ടിൻ്റെ കാര്യം അങ്ങനെ നാസ ഏൽപ്പിക്കുകയാണ്. നാസ ഉണ്ടെങ്കിൽ സാറ്റലൈറ്റിൽ നിന്നൊക്കെ അവിടെ നിന്നൊക്കെ കിട്ടുന്ന കുറച്ച് സൗണ്ട്സൊക്കെ ഉണ്ട്, ഫിൽറ്റർ ചെയ്തിട്ടാണ് അവർ അത് മനസ്സിലാക്കുന്നത് എങ്ങനത്തുള്ള സൗണ്ടാണ് അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ. സോ അതിനെ തുടർന്ന് പോലീസ് ഉണ്ടെങ്കിൽ നാസയ്ക്ക് കൊടുക്കുമ്പോൾ അവരിത് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ സൗണ്ട് ഉണ്ടെങ്കിൽ പോലീസ് വീട്ടുകാരെ കൊണ്ടുവന്ന് കേൾപ്പിക്കുകയാണ്. ഇത് നിങ്ങൾക്ക് പരിചയമുള്ള വോയിസ് ആണോ അങ്ങനത്തുള്ള കാര്യങ്ങൾ. ഉടനെ തന്നെ ഉണ്ടെങ്കിൽ അമ്മയുണ്ടെങ്കിൽ വോയിസ് കേട്ടിട്ട് പെട്ടെന്ന് മനസ്സിലായ രീതിയിൽ ഓ മൈ ഗോഡ് എന്ന് പറയുന്നുണ്ട്. എന്നാലും വിശ്വസിക്കാൻ പറ്റാതെ 2-3 വട്ടം ഇത് കേട്ട് നോക്കിയിട്ടാണ് പറയുന്നത്. ഇയാളുടെ പേര് എനിക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല. പക്ഷേ ഇയാൾ ഒരു ഡോഗിനെ കൊണ്ട് കിടക്കുന്ന ഒരു ഡോഗ് മാനാണെന്ന് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ അയാളെ ഉണ്ടെങ്കിൽ പോലീസ് അറസ്റ്റ് ചെയ്യുകയാണ്.
ജെയിംസ് എഡ്വേർഡ് എന്ന് പറഞ്ഞ് ഇയാളെ അങ്ങനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ സമയത്താണ് ഇയാൾ പോലീസിൻ്റെ അടുത്ത് പറയുന്നത് ഞാൻ കൊച്ചിനെ കണ്ടിരുന്നു, ഞാൻ ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് കുഞ്ഞിനെ കണ്ടത്, അങ്ങനെ കുഞ്ഞിൻ്റെ അടുത്ത് കുറച്ച് നേരം സംസാരിച്ചുകൊണ്ടിരുന്നത്, അതല്ലാതെ ഞാൻ കുഞ്ഞിനെ ഒന്നും ചെയ്തില്ല എന്നാണ് പറയുന്നത്. പക്ഷേ സാഹചര്യ തെളിവുകളും എല്ലാം ഇയാൾക്കെതിരെ ആയതുകൊണ്ട് തന്നെ ഇയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ എത്ര ചോദ്യം ചെയ്തിട്ടുണ്ട് ഇയാൾ സത്യമൊന്നും പറയുന്നില്ല. പക്ഷേ പോലീസിൻ്റെ ഒരു തിയറി എന്ന് പറഞ്ഞാൽ ഇതേ കണക്ക് ഇയാൾ നടന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കുണ്ടെങ്കിൽ ഈ കുട്ടി ഒറ്റയ്ക്ക് വെളിയിരിക്കുന്നത് കണ്ട് അങ്ങനെ ഡോഗിനെ ഉപയോഗിച്ചുണ്ടെങ്കിൽ ആ കുട്ടിയുടെ അടുത്ത് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടെങ്കിൽ ഇയാളുടെ കൂടെ നടന്നു പോവുകയാണ്. അങ്ങനെ ഡോഗിനെ കൂട്ടിക്കൊണ്ട് പോയ സമയത്തുണ്ട് ഇയാൾ ബർഗർ എന്തെങ്കിലും വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞ് വണ്ടിക്കകത്ത് കയറ്റി അങ്ങനെ ഇയാളെ വീട്ടിൽ കൊണ്ടുപോയി. അങ്ങനെ അവിടെ വെച്ച് ഡോഗിൻ്റെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഫൈബറിൻ്റെ ഉള്ളതും അതോടെ തന്നെ എയറും ഒക്കെ ദേഹത്ത് പറ്റിയെന്നുള്ളതാണ് പോലീസിൻ്റെ ഒരു നിഗമനം. അതിനുശേഷം ഇയാൾ കൊന്നു കളഞ്ഞു പോലീസ് വിശ്വസിക്കുന്നു. പക്ഷേ ഇത്ര തെളിവുകളുണ്ടായിട്ട് ഇയാൾ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നാണ്. പക്ഷേ പോലീസ് ഉണ്ടെങ്കിൽ ഇത് കോടതിയിൽ ഹാജരാക്കിയപ്പോഴത്തേക്ക് ഇയാൾക്ക് വേണ്ട ശിക്ഷയും കൊടുക്കുന്നുണ്ട്. 46 വർഷത്തെ ശിക്ഷയാണ് ഇയാൾക്ക് കിട്ടുന്നത്, നോ പരോൾ എന്നുള്ള ശിക്ഷ. ഈ സ്റ്റോറിയെ പറ്റി നിങ്ങൾ എന്ത് വിചാരിക്കുന്നത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുക. നിങ്ങൾ ഈ ചാനലിനകത്ത് ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. എന്നാലേ ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരികയുള്ളൂ. താങ്ക് യു.